രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ട് കേട്ടോ വന്നേ, അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഇന്നത്തെ കഥയില് ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടി ശ്രുതിയുടെ കൈയും പിടിച്ചു പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ചന്ദ്രമതിയും കൂടെയുണ്ട്. സച്ചി വെച്ച് എന്തായുടെ കാര്യങ്ങളൊക്കെ? അതെ, കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ തന്നിട്ടുണ്ട്, പിന്നെ സ്കാനും ചെയ്യണം എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ? സച്ചി ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, ബാ നമുക്ക് ആദ്യം പോയി സ്കാൻ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ ആന്റി സ്കാൻ ചെയ്യണോ? പിന്നെ സ്കാൻ ചെയ്യാതെ? ശ്രുതി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിരിക്കുന്നതല്ല സ്കാൻ ചെയ്യണമെന്ന്, സ്കാൻ ചെയ്യാതിരിക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പതുക്കെ ഫോണെടുത്ത് ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതിപ്പം ഇത് ഞാൻ അറിഞ്ഞില്ലോ, എന്റെ ഭഗവാനെന്ന് പറഞ്ഞു ഒറ്റ കരച്ചില്. ശ്രുതിയുടെ അടുത്ത തന്ത്രമായിരുന്നത്. അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രമതി എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അയ്യോ എന്റെ പാർലറിലെ സ്റ്റാഫ് രേഖയുണ്ടല്ലോ, രേഖയുടെ അമ്മ മരിച്ചുപോയി. മരിച്ചുപോയോ എന്ന് ശ്രുതി ചോദിച്ചു. അതേനെ മരിച്ചുപോയി. യോ എന്തേമേ, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് ആന്റിയെ കാണണം, എനിക്ക് ആന്റിയെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അതിന് നീ കരയല്ലേ, നീ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല, അതെ നമ്മുടെ കുഞ്ഞിന് ദോഷം, അത് കരയാതിരിക്കാൻ പറഞ്ഞു. അതെ ശ്രുതി ഇന്നലെ 2-3 വട്ടം രാത്രി എന്നെ രേഖ വിളിച്ച, പക്ഷെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇതിനാണോ അവൾ എന്നെ വിളിച്ചതെന്ന് അറിയത്തില്ല. അയ്യോ ഇപ്പോഴെനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് കാണാൻ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതിയും സച്ചിയും പരസ്പരം നോക്കുകയാണ്. ഈ സമയം വീണ്ടും ഫോണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ അടക്കം അരമണിക്കൂറിനുള്ളിൽ നടക്കുമെന്നോ? അയ്യോ അടക്കം അരമണിക്കൂറിനുള്ളിൽ നടക്കും. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അല്ല ഈ പറയുന്ന ആളുടെ ഫോട്ടോ ഇല്ലേ അതിനകത്ത്, ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അയ്യോ ലതാന്റിയെ മരിച്ചുപോയത്, ലതാന്റിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് സച്ചിക്ക് മനസ്സിലാവോ? എനിക്കറിയാവുന്ന ആരെങ്കിലും ആണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. സച്ചിക്കൊന്നും അറിയത്തില്ല. അതെങ്ങനെയാ രേഖയുടെ അമ്മയെ സച്ചിക്ക് അറിയാവുന്നേ? ലതാന്റി പാവമായിരുന്നു, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് പോണം എന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അത് നമുക്ക് പോകാന്ന് പറഞ്ഞു. പക്ഷേങ്കില് അതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്രുതി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും സച്ചി അങ്ങ് തടഞ്ഞു. പക്ഷേങ്കില് സച്ചിയെ പിടിച്ചൊരു തള്ളു കൊടുത്തിട്ട് ശ്രുതി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിടിക്കടാ അവളെന്ന് പറഞ്ഞു. ചന്ദ്രമതി പിന്നാലെ പോയി. ആ സമയം ശ്രുതി പറഞ്ഞു, ശ്രുതി നീ പതുക്കെ പോ, നമ്മുടെ കുഞ്ഞിന് കേടാന്ന് പറഞ്ഞു, നീ ഇങ്ങനെ ഓടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങ് ചെന്ന കയ്യിലേക്ക് പിടിച്ചു. നിക്കടി അവിടെയെന്ന് പറഞ്ഞു. നീ എങ്ങോട്ടാ പോണേ? ഞാൻ പറഞ്ഞല്ലോ ആന്റി, എനിക്ക് ലത ആന്റിയെ കാണാതിരിക്കാൻ പറ്റില്ല, എനിക്ക് കാണണം, എനിക്ക് പോയി കാണണം എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അയ്യോ അതിനിപ്പോ എന്താ, നീ പോയി കണ്ടോളാൻ പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അതെ നിനക്ക് പോയി കാണാം, ശരി കാണണമെങ്കിൽ കാണാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ടാക്സിക്കാരെ വിളിച്ച് പോയിക്കോളാം, നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. സച്ചി പറഞ്ഞു, എന്തിനാ ടാക്സി? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഈ വണ്ടിക്ക് പോകാലോ, നമ്മുടെ കാറിന് പോവാം. ചന്ദ്രമതി പറഞ്ഞു, അതെ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അത് ശരിയാണല്ലോ, രേഖയുടെ അമ്മയല്ലേ, അപ്പൊ ഞങ്ങളും കൂടെ വരണ്ടല്ലേ, ഞങ്ങളും വരാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി അടുത്തടപെടുത്തു. അയ്യോ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താ? നിങ്ങൾ വരണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം, നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട. ചന്ദ്രമതി പറഞ്ഞു, അതെന്താടി അങ്ങനെ പറഞ്ഞേ? ഞങ്ങളും കൂടെ വന്ന ആർക്കാ ബുദ്ധിമുട്ട്, ഞങ്ങളും കൂടെ വരാം. അതെ നീ കാറിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. ചന്ദ്രമതി സച്ചിയോട് പറഞ്ഞു, എടാ നീ കാർ എടുക്കടാ, ഇവിടെ കൂടെ നമുക്ക് പോവാം. പക്ഷെ ഒരു കാര്യം ശ്രുതി, അവിടെ ചെല്ലുമ്പോ നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, കൂട്ടുകാരുടെ അമ്മ അവിടെ മരിച്ചു കിടക്കണം, അല്ല നീ അവിടെ മരിച്ചു കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ച് തള്ളി കാറിനകത്തേക്ക് കയറ്റാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ചന്ദ്രമതിയുടെ കൈ കുതിറിച്ച് അങ്ങോട്ട് ഓടാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പിന്നാലെ പോയി പിടിച്ചെടുത്ത ഒറ്റ അടിയായിരുന്നു അവളുടെ കാരണം തീർത്ത്. ശ്രുതിയൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ സമയം ശ്രുതി ചോദിച്ചു, എന്താ അമ്മ എന്തിനാ അവളെ തല്ലിയത്? അമ്മ എന്തു പരിപാടിയാ കാണിച്ചേ? എടാ നിനക്കെതിരായിട്ടും മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ഇവള് വീണ്ടും നമ്മളെ മണ്ടന്മാരാക്കുമായിരുന്നു പറഞ്ഞു. മണ്ടന്മാരോ? എടാ ഇവള് പ്രഗ്നന്റ് അല്ല. പ്രഗ്നന്റ് അല്ലെന്നോ? അമ്മ എന്തൊക്കെയാ പറയണേ? അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, നിനക്കൊന്നും മനസ്സിലായില്ലേ, ഇവിടെ ഇവള് പ്രഗ്നന്റ് അല്ലാത്തോണ്ടാ ഈ നാടകം മൊത്തം കളിച്ചത്. സ്കാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവൾ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടുകാരുടെ അമ്മയൊക്കെ മരിച്ചെന്ന് പറഞ്ഞു. നമ്മളും കൂടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വേണ്ട തനിച്ച് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താ, ഇവള് പ്രഗ്നന്റ് അല്ലാന്നാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ അടുത്തേക്ക് സത്യമാണോ ഈ പറയുന്നൊക്കെ? അത് പിന്നെ ശ്രുതി ഞാന്
ആ സമയം ചന്ദ്രമതി പറഞ്ഞു, നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ? നീ പറയുന്ന കാര്യങ്ങളെല്ലാം തൊണ്ട തൊടാതെ ഞങ്ങൾ അങ്ങോട്ട് വിഴുങ്ങുന്ന. മുമ്പ് ഞാൻ ഇതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നീ പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നടി. അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തീരുമാനിച്ച് ഞാനും സച്ചിയും കൂടെ പോന്നെ. സച്ചി പറഞ്ഞു, അതെ, അമ്മയെ ഞാനും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല നീ പ്രഗ്നന്റ് ആണ് ഉള്ള കാര്യം. അതുകൊണ്ടാണ് നിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവന്നെ. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, സത്യമാണോ ശ്രുതി കേൾക്കണമെന്ന് ചോദിച്ചു. നീ പ്രഗ്നന്റ് അല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രുതിയും എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എടി, എന്തിനു വേണ്ടിയിട്ടാടി നീ ഇത് ചെയ്തേ? എനിക്ക് എന്തൊക്കെ മോഹങ്ങളായിരുന്നറിയോ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. നമ്മുടെ കുഞ്ഞിനെ വരെ സ്വപ്നം കണ്ട് നടന്നവനാ ഞാൻ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, കൊള്ളാം, എന്തിനു വേണ്ടിയിട്ടാന്ന് മനസ്സിലായില്ലേ? ഇവൾക്ക് ആ വീട്ടിൽ ഓസ് കയറി പറ്റണം, അവിടെ താമസിക്കണം, അതിനു വേണ്ടിയിട്ടാ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അതെ, എനിക്ക് ആ വീട്ടിലേക്ക് കയറണമായിരുന്നു. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ശ്രുതി ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചു പോകുന്ന എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് അവിടേക്ക് കയറാൻ ശ്രമിച്ചേ. ചന്ദ്രമതി പറഞ്ഞു, മിണ്ടാതിരി, ഇനി നിന്റെ അഭിനയം നിർത്ത്. നിന്റെ കുറെ അഭിനയമൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ കുറെ കാലം കഴിഞ്ഞതാ. പക്ഷെ ഇനി ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി തീർന്നു നീയും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ബന്ധം. ഇനി ശ്രുതിയുടെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറിയാണ്ടല്ലോ, പിന്നെ നീ ബാക്കി ഉണ്ടാകത്തില്ല. അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പോയി കാറിന്റെ ഡിക്കിന്ന് ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് ശ്രുതിയോട് പറഞ്ഞു, ഭാട വന്ന് കാറിൽ കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി വിളിച്ചു. ശ്രുതി പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നോക്കി കയ്യിലിരുന്ന പേപ്പർ ചുരുട്ടി കൂട്ടി അവളുടെ മുഖത്തേക്ക് ഒരു ഒറ്റ എറിഞ്ഞിട്ട് കാറിലേക്ക് പോയി കയറി. ശ്രുതി ആകപ്പാടെ തകർന്ന് നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ശ്രുതിയും ചന്ദ്രമതി സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവരകത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചോദിച്ചു, അല്ല, എന്തിയെ ശ്രുതിയെ കൂട്ടിക്കൊണ്ടു വരാനെന്നും പറഞ്ഞു പോയിട്ട് അപ്പോഴേക്കും രേവതിയും കൂടെ വന്നു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതെ, ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നില്ല അച്ഛാ. അതെന്താടാ അങ്ങനെ? ശ്രുതി പ്രഗ്നന്റ് ഒന്നുമല്ല, അവള് ചുമ്മാ കള്ളത്തരം പറഞ്ഞ. കള്ളത്തരം പറഞ്ഞോ? അതേനേ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാന്ന് വിചാരിച്ചോ? ഒരിക്കലും ഇല്ല. അവളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പരിശോധിക്കാനായിട്ട് പോയതാ, അവളുടെ കള്ളത്തരം പൊളിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ. പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ രേവതി ചോദിച്ചു, എന്നാലും ഇത്രയ്ക്കൊക്കെ കള്ളത്തരം പറയാൻ പാടുണ്ടോന്ന് ചോദിച്ചു. ആ സമയം സച്ചി പറഞ്ഞു, ഞാനും അമ്മയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അവള് ഗർഭിണിയാന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അമ്മ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ അമ്മയോടൊപ്പം നിന്നേന്ന് പറഞ്ഞു. ഈ സമയത്ത് സുധി ആകപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ സുധി, നിന്റെ തീരുമാനം എന്താ? അല്ല, അവളിങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കയറി വരാനായിട്ടാ, അതൊരു ശരിയുണ്ട്. അപ്പോഴേക്കും സുധി പറഞ്ഞു, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു വെച്ചാ. അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചു അവൾ ശരിക്കും പ്രഗ്നന്റ് ആയിരിക്കുമെന്ന്. എന്തൊക്കെ പ്രതീക്ഷകളാ. ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വപ്നം വരെ കണ്ടായിരുന്നു. ഒടുവില് അവൾ എന്നെ ചതിക്കുകയോ ചെയ്തേ. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഞാനാണ് നിന്റെ ജീവിതം തകർത്തെ, ഞാൻ അവളുടെ ബന്ധം കൊണ്ടുവന്നേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും രവീന്ദ്രൻ സുധിയോട് ചോദിച്ചു, എന്താ നീ അവളെ ഉപേക്ഷിക്കാൻ പോവാണെന്ന് ചോദിച്ചു. സുധി മറുപടി ഒന്നും പറഞ്ഞില്ല. എടാ, നിനക്ക് അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. സുധി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, രവിയേട്ട, ഞാൻ കൊണ്ടുവന്ന ബന്ധം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവളെപ്പോലൊരു കള്ളി ഒരു കാരണവശാലും ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല. അവള് കാരണം ഈ കുടുംബം നശിച്ചു പോയത്. ഇനി അവളെ ഞാൻ ഈ പടിക്കകത്ത് കയറ്റില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ ഇരിക്കുമ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രെ, ഇനി ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴി തെളിക്കുള്ളൂ. അവള് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ എഴുന്നേറ്റ് പോയി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അമ്മേ, ഇനി ഇതുപോലെ എന്തെങ്കിലും സഹായ സാധനങ്ങൾ വേണമെങ്കിൽ അമ്മ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖം മാറി. ചന്ദ്ര ഒന്ന് പോടാന്ന് പറഞ്ഞു. പോടാന്നോ? എന്താമ്മ പറഞ്ഞു? പോടാന്നാ? ഓഹോ, അപ്പൊ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒന്ന് പോകാനല്ലേ പറഞ്ഞേ. അപ്പോഴേക്കും രേവതി സച്ചയെ വിളിച്ചിട്ട് പറഞ്ഞു, സച്ചയുടെ ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് ശ്രുതിക്കാണ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ശ്രുതിക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രുതി ചെയ്ത ചതി അത്രയും വലുതായിരുന്നല്ലോ. പിന്നീട് ശ്രുതി കെട്ടും പാണ്ടും ഒക്കെ ആയിട്ട് നേരെ മീര താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ചെല്ലുവാണ്. ശ്രുതിയെ കണ്ടു കഴിഞ്ഞാൽ മീര ചോദിച്ചു, അല്ല, അപ്പൊ നീ പോയെന്ന് പറഞ്ഞിട്ട് ഇതെന്ത് പറ്റി തിരികെ വന്ന എന്താന്ന് ചോദിച്ചു. എടി, എന്നാ കള്ളത്തരം പൊളിച്ചു. പൊളിച്ചെന്നോ? പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. എടി, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഇതിനൊന്നും മുതിരണ്ടാന്ന്. അപ്പൊ നീ കേട്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എന്തായി? ഇപ്പൊ ശ്രുതിക്ക് നിന്നോട് ഇരട്ടി ദേഷ്യമായി കാണും. നേരത്തെ പാതി മനസ്സുണ്ടായിരുന്നു നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിന്നോട് ഇരട്ടി ദേഷ്യമായി. എടിയാ, ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷോ? അങ്ങനെയായിരുന്നു ഞാൻ പോകുമായിരുന്നോ? ഇപ്പൊ ഓർക്കുക ഇങ്ങനത്തെ ഒരു കള്ളത്തരം പറയേണ്ടിയിരുന്നില്ലെന്ന്. അതാ പറഞ്ഞേ, ആലോചിച്ചൊരു കാര്യം ചെയ്യണമായിരുന്നു. എന്നിട്ട് എന്തായി? ആ സച്ചിയും
ആന്റിയും കൂടെ കൂടി എന്റെ കള്ളത്തരം പൊളിച്ച് അവര് നേരത്തെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച എന്നെ കൊണ്ട് പോന്നേന്ന് പറഞ്ഞു. ഓ, അപ്പൊ അങ്ങനെയല്ലേ. എടി, ഇതിനു മുമ്പ് ബീരാന്റെ കാര്യം പൊളിച്ചത് സച്ചിയല്ലേ? ഇപ്പൊ ഈ കാര്യം അവന് നിന്നോട് ശത്രുത കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ശ്രുതി പറഞ്ഞു, അതെ, അവനാണ് എന്റെ ജീവിതം തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കും. അപ്പോഴേക്കും മീര പറഞ്ഞു, വേണ്ട, ഇനി അടുത്ത പ്രശ്നം നീ ഉണ്ടാക്കണ്ട. ഇല്ല, ഇതങ്ങനെ വെറുതെ ശ്രുതി വിടത്തില്ല. സച്ചിയോട് തീരാത്ത പകയായി ശ്രുതിക്ക്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.